നമുക്ക് രണ്ടാമത്തെ ക്ലിപ്പിലൂടെ ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ്, അതെന്താണ് പറഞ്ഞതായിട്ടാണ്. എന്താണ് ഇവിടെ പറയുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥിതി വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആവശ്യമായ വിവരണങ്ങൾ നമുക്ക് നൽകുന്നതിനെയാണ് ഇവിടെ കാല എന്ന് പറയുന്നത്. അല്ല നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് കാണാനുള്ളതല്ല. ഈ സംഭവം ഇന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് പറയുന്നു? നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ബോധശാസ്ത്രത്തിൻ്റെ പ്രസക്തി. ഇത് നമുക്ക് ഭൗതിക ശാസ്ത്രത്തിൽ നോക്കിയാൽ കിട്ടുകയില്ല. ഈ ബോധശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മാത്രമേ നമുക്കിന്നും സജീവമായി കാണുന്ന നമ്മളിൽ തന്നെ നിൽക്കുന്ന ഗുണങ്ങളായി ഇതിനെ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ മൂസ എന്ന പ്രയോഗം നമുക്ക് കാണാം. വൈദ കാല കഴിഞ്ഞിട്ട് മൂസ. അപ്പോൾ മൂസ നമ്മൾ പഠിച്ചിട്ടുള്ളത് 5000 വർഷം മുന്നേ ജൂതന്മാരെ നേരാക്കാൻ വന്ന, അല്ലെങ്കിൽ ഫിറഔനുമായി മല്ലടിച്ച് പോരാടിയ ഒരു മൂസയെക്കുറിച്ചും കടൽ പിളർത്തിയ മൂസയെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ചരിത്രം അങ്ങനെ നിന്നോട്ടെ. നമ്മളിപ്പോൾ ചരിത്രത്തെ തിരുത്താനും വിമർശിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. മൂസ എന്നത് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് മൂസയാണ്. മുഹമ്മദ് എന്ന നാമം പോലും 4 സ്ഥലത്തിട്ട് ഖുർആൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളൂ. മൂസ കഴിഞ്ഞ് പിന്നെ പറയുന്നത് ഇബ്രാഹിം എന്ന് പറയുന്ന പേരുമാണ് കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മൂസ എന്ന പേര് നാമം ഇത്രയും ആവർത്തിക്കാനുണ്ടായത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മൂസ എന്നത് അന്ന് ജീവിച്ചിരുന്ന വ്യക്തിയായി പരിഗണിക്കെ തന്നെ നമ്മുടെ സ്വന്തം മേധശക്തിയുടെ ഒരു റെപ്രസെൻറ്റേഷനാണത്. ഒരു പ്രതീകമാണ് മൂസ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മേധശക്തി എന്ന് പറഞ്ഞാൽ? നമ്മുടെ വ്യക്തിപരമായ വികസനത്തിന് വേണ്ടി നമ്മുടെ ബുദ്ധിയെയും ബോധത്തെയും മനസ്സിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാവുന്ന ഒരു ഘടകം നമ്മളിലുണ്ട്. അതാണ് മൂസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മേധശക്തിയാണ് നമ്മോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ആ മേധശക്തി ആരോടാണ് സംസാരിക്കുന്നത്? ലി കൗമിഹി, തൻ്റെ ജനങ്ങളോട്. അപ്പോൾ കൗമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കൗമ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ജനങ്ങൾ എന്ന് പറയും. അത്ര തന്നെ വേറില്ലാത്ത ജനങ്ങളെയാണ് നമ്മൾ സാധാരണ കൗമ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ കൗമ് എന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? മൂസ എന്നതിൻ്റെ താല്പര്യം എന്താണ്? വൈദ് കാല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നും ഈ ആയത്തിന് പ്രസക്തിയുണ്ടെന്നും ഇത് 1400 വർഷം മുന്നേ ഒരു ഗോത്ര യുഗത്തിലേക്ക് ഇറങ്ങിയതല്ല എന്നും ഇന്നും ഗോത്ര സമൂഹമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളെ മുഴുവനും തിരുത്താൻ വന്നിട്ടുള്ള ഒരു ആശയമാണെന്നും ഇത് മുസ്ലിങ്ങളെ തിരുത്താനല്ല, മനുഷ്യരാശിയെ തിരുത്തിയിട്ട് ഓരോ വ്യക്തിയെയും അവരുടെ രാജ്യത്ത്, അവരുടെ ആ മതത്തിലും അവരുടെ ആചാരത്തിലും അവരുടെ അനുഷ്ഠാനത്തിലും സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു പരിവേഷം നൽകലുമാണ് ഇതിൻ്റെ താല്പര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് കൗമ്? ഖുർആനിലൂടെ നമുക്ക് കൗമിനെ മനസ്സിലാക്കാൻ കഴിയൽ വർത്തമാന നിമിഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വർത്തമാന നിമിഷവുമായി ലയിച്ചു ചേരാൻ മടിച്ചു നിൽക്കുന്ന മനസ്സിൻ്റെ ഉടമകളെയാണ് കൗമ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു വേദം വായിച്ചാലും ഇന്നത്തെ ആധുനിക സമൂഹവുമായിട്ട് അതിനൊരു ബന്ധമല്ല. അത് ഏതോ കാലത്ത് 1400 വർഷം മുന്നേ 5000 വർഷം മുന്നേ നടന്നൊരു ചരിത്രമല്ലേ. അതിപ്പോൾ നമ്മൾ നോക്കുന്നത് എന്തിന് എന്ന രൂപത്തിൽ ആ രൂപത്തിൽ മനസ്സുറച്ചു പോയ ആളുകൾ സ്ഥൂല ചിന്താഗതിക്കാരായിട്ട് അതിൽ ഭൂതകാല സങ്കല്പത്തിൽ തന്നെ മനസ്സിനെ അങ്ങനെ നിലനിർത്തുന്ന ആളുകൾ. അതാണ് വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ കൗമ് എന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങളിലുണ്ട്, ഹിന്ദുക്കളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. വേദത്തെ സ്ഥൂലമായി വായിക്കുന്ന എല്ലാവരിലുണ്ടത്. ആ മനോഗതി ആരിലുണ്ടോ അതിനെയാണ് കൗമ് എന്ന് ഖുർആൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ മൂസ എന്താണ്? നമ്മുടെ മേധശക്തി. എന്താണ് മേധശക്തിയുടെ പ്രത്യേകത? വർത്തമാന നിമിഷത്തിലിരുന്നു കൊണ്ട് ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, അഥവാ നമ്മുടെ ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖിറാഅത്ത് എന്ന ഭൗതിക വായനയും തിലാവത്ത് എന്ന് പറയുന്ന അതിൻ്റെ തത്തുല്യമായ അനുസന്ധാന വായനയും, അതുപോലെ തദബ്ബർ അതിന് മാറ്റത്തിരുത്തലുകൾ പരിവർത്തനം ചെയ്യാനുള്ള കഴിവുകളും, ഈ 3 കഴിവുകളും ഒരാളിൽ ഒത്തുചേരുകയും അതിനെ മൂന്നിനെയും 3 തലങ്ങളിലേക്ക് നീക്കാതെ മൂന്നും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലുള്ള
ചിന്താഗതിക്കാരാണ് മൂസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയിലും മൂസയുണ്ട്, ഓരോ വ്യക്തിയിലും മൂസയുടെ എതിർചേരിയിലുള്ള കൗമ് എന്ന് പറയുന്ന ചിന്താഗതികളും ഉണ്ട്. അപ്പോൾ ആരാണ് മൂസ? സത്വഗുണത്തെ പുണരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആ മേധശക്തിയാണ് നമ്മളിലെ മൂസ. ആ മൂസയുടെ കൗമാരാണ് നമ്മുടെ ഈ ഭൂതകാല ചിന്തകളിൽ തന്നെ മനസ്സുറച്ചു പോയിട്ടുള്ള ചിന്താഗതികൾ നമ്മളിലുണ്ട്. അതാണ് അവിടുത്തെ കൗമ. ഇപ്പോൾ സംസാരം നമ്മളിലേക്ക് വരുന്നുണ്ട്. 5000 വർഷം മുന്നേ നടന്ന ഒരു ചരിത്രത്തെ നമ്മളിലേക്ക് ഇങ്ങനെ വരുത്താൻ കഴിയണം. അതിനാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ തുടങ്ങിയത്. ഇതിനെയാണ് തത്വബോധപരമായ വായന എന്ന് പറയുന്നത്. വ്യക്തിയും തത്വവും ഒന്നായിത്തീരുന്ന സന്ദർഭത്തെ കുറിക്കാനാണ് ഇത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈദകാല മൂസാലെ കൗമിഹി, മൂസ തൻ്റെ ജനങ്ങളോട് പറഞ്ഞു. അപ്പം നമ്മുടെ മേധശക്തി നമ്മളോട് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആധുനിക ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഒരു വംശത്തിന് മറ്റൊരു വംശത്തെ കണ്ടുകൂടാത്തത്? കണ്ടുകൂടാ എന്നുള്ളത് വാക്കിൽ മാത്രമല്ല നിലനിർത്തുന്നത്, പ്രവൃത്തിയിൽ നിലനിർത്തുകയും ആ സമൂഹത്തിനെ സാമ്പത്തികമായും ശാരീരികമായും ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. ഇത് മതവിശ്വാസികൾക്കിടയിലുണ്ട്. മുസ്ലിങ്ങളിൽ വളരെ വളരെ ന്യൂനപക്ഷം ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളെ വളരെ ന്യൂനപക്ഷമായി ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈ ഹിന്ദുമത അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ആളുകളിലും വളരെ ന്യൂനപക്ഷമായ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ തങ്ങൾക്കൊരു അക്രമം വരുമ്പോൾ അതിനെ അന്യായമായി കാണുകയും തങ്ങളാണ് മറ്റവരെ ആക്രമിക്കുന്നതെങ്കിൽ അത് ന്യായമായി കാണുകയും ചെയ്യുന്നൊരു കാഴ്ചപ്പാട് നമ്മളിലുണ്ട്. ഇതെല്ലാം ഖൗമിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാടുകളാണ്. അപ്പം അത്തരം കാഴ്ചപ്പാടുകളിൽ നിന്ന് നമുക്കെങ്ങനെ ഉയരാൻ കഴിയും? എങ്ങനെയാണ് നിങ്ങൾ മനസ്സിനെ ഉയർത്തുന്നത്? ആ മനസ്സ് ഉയരാതിരിക്കാനുള്ള കാരണം എന്താണ്? ഏതെങ്കിലും ഒരു കൂട്ടർ ഒരു കാളക്കുട്ടിയെയോ ഒരു പശുക്കുട്ടിയെയോ ദൈവമാക്കി വെച്ചതാണോ? അതല്ല പ്രശ്നം. ദൈവത്തിൻ്റെ പ്രശ്നം അതല്ല. ഇപ്പോൾ ദൈവത്തിന് പകരം നമ്മൾ ഈ പറയുന്ന അള്ളാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ഏതോ ഒരു ശക്തിയാവട്ടെ, ഈശ്വരനോ നമ്മളൊക്കെ പറയുന്ന ഒരു ശക്തി, ഈ ശക്തിയെ നമുക്ക് ഭൗതിക രൂപത്തിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഭൗതിക രൂപത്തിൽ അതിനുള്ള കാണണമെന്ന് വെച്ചിട്ട് അവർ പഠിച്ച സങ്കല്പങ്ങളിൽ നിന്ന് രൂപം ഉണ്ടാക്കി വെച്ച് ആ രൂപത്തിൻ്റെ മുന്നിൽ പോയി ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചാൽ അത് ഇഷ്ടപ്പെടാത്തൊരു ദൈവത്തെയാണോ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്? അങ്ങനെ ദൈവത്തെക്കുറിച്ചല്ല ഖുർആൻ നമ്മളോട് പറയുന്നത്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ഖുർആൻ പറയുന്നത് എന്നുള്ള കാഴ്ചപ്പാടാണ് കൗമ് എന്ന് പറയുന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നമ്മൾ നമ്മുടെ മൂസയെ പുറത്തെടുക്കണം. നമുക്ക് നമ്മുടെ മൂസയെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. നമ്മുടെ മേധശക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. എന്നിട്ട് നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് ഇജില് എന്ന് പറയുന്ന അവസ്ഥയിൽ ജനങ്ങൾ നിൽക്കാൻ കാരണം? അപ്പോൾ എന്താണ് ഇജില്? ബിത്തിഹാദിക്കുമുൽ ഇജില, നിങ്ങൾ ഇജിലിനെ സ്വീകരിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മളൊരു പ്രത്യേക നയം ഇവിടെ സ്വീകരിച്ചിരിക്കണം. നയം എന്താണ്? ഇജിലാണ്. എന്താണ് ഇജില്? ലക്ഷ്യാർത്ഥങ്ങൾ കാണാൻ മനസ്സ് വരാതെ ബാഹ്യാർത്ഥങ്ങളിൽ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയും ബാഹ്യാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേദങ്ങളെ വ്യാഖ്യാനിക്കണമെന്ന് പറയുന്ന ഒരു മുൻവിധി, അല്ലെങ്കിൽ നമ്മൾ ദുശാഠ്യം എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാരണം നമ്മുടെ കാരണന്മാരൊക്കെ വിവരിച്ചത് അങ്ങനെയാണ്, വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഇതിനപ്പുറം നമ്മളിത് എങ്ങനെ വ്യാഖ്യാനിക്കുക? അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലെന്ന്, അതങ്ങനെ തന്നെ നിലനിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ തന്നെയും ഒരു ആജിലത്താക്കിക്കൊണ്ട് ഒരു ലക്ഷ്യാർത്ഥങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു താമസമുണ്ടല്ലോ, ആ താമസം ഇല്ലാതാക്കുക, പെട്ടെന്ന് അർത്ഥങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ തന്നെ പലരും പറയാറുണ്ടല്ലോ, ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ തത്വബോധപരമായി ഇതിനെ വായിച്ച് തുടങ്ങിയിട്ട് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പണിയാണ്, എന്നാൽ പിന്നെ പടച്ചോനൊക്കെ എന്നാ പണിയാണ്ട് ചെയ്താൽ പോരായിരുന്നോ, ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചില ആൾക്കാർ പറയും വളഞ്ഞ് തിരിഞ്ഞ് മൂക്ക് പിടിക്കണം. നിങ്ങൾ ഖുർആനിൽ ഒരു ഭാഗത്ത് മല എന്ന് പറയും, നിങ്ങൾ പറയും ആശയം എന്ന് പറയും. ഒരു ഭാഗത്ത് കടൽ എന്ന് പറയും, നിങ്ങൾ പറയും ആശയം എന്ന് പറയും. ഇതിങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? അപ്പോൾ എന്തിനാണ് ആശയം എന്നവിടെ പറഞ്ഞാൽ പോരെ? കടലിൽ നിന്നും മല എന്നും മരം എന്നൊക്കെ ഇങ്ങനെ ഭൗതിക വചനങ്ങൾ ഇട്ട് പറഞ്ഞു തരണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അവനവനെക്കുറിച്ച് അവനവന് ബോധ്യം വരാൻ വേണ്ടിയാണ്. വേറെ ഒരാളിലൂടെ നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം ഇത് എൻ്റെ ഗുണങ്ങൾ എന്നിലുണ്ട്, ആ പറഞ്ഞത് വല്ല കഴമ്പുണ്ടെങ്കിൽ അത് ഓരോ മനുഷ്യനും വ്യക്തമായും
പ്രതിഫലിക്കാൻ വേണ്ടിയാണ്. ഈ ഗുണങ്ങളൊക്കെ തന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവനക്ക് പരിചയമുള്ള ഭൗതിക വസ്തുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇതിനെ ഉണർത്തുന്നത്. അപ്പോൾ ഇജില് എന്ന് പറഞ്ഞാൽ നിരർത്ഥക മനോഭാവത്തെയാണ് ഇജില് എന്ന് പറയുന്നത്. എന്താ നിരർത്ഥക മനോഭാവം എന്ന് പറഞ്ഞാൽ ഒരാശയം വായിക്കുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു അർത്ഥമോ ലക്ഷ്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വായിച്ചു പോവുക, അതാണ് ഇജിൽ. അപ്പോൾ നിരർത്ഥകമായ മനോഭാവത്തെയാണ് ഇജില് എന്ന് പറയുന്നത്. അപ്പോൾ അർത്ഥവത്തായ മനോഭാവം വേറെ ഉണ്ടോ? ഉണ്ട്. അതിനെയാണ് ബക്കറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ലക്ഷ്യാർത്ഥങ്ങളോട് കൂടിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന രൂപത്തിൽ നമ്മളൊന്നിനെ കാണുന്നു. അതിനെ ഒന്നിനെ കാണണം, നമുക്ക് കഴിയണം, ഒരാശയത്തെ കാണാൻ കഴിയണം. അതിനെയാണ് ബക്കറത്ത് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ നമ്മൾ പലതവണ അത് വിശദീകരിച്ച് പോയതാണ്. അവിടെയാണ് മൂസ പറയുന്നത്, വൈദ് കാല മൂസാലി കൗമിഹി ഇന്നല്ലാഹ യൗമർക്കും അൻ തദ്ബഹു ബക്കറത്തൻ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ബക്കറത്തിനെ ദിബഹ് ചെയ്യാനാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ ദിബഹ് ചെയ്യുക എന്നാൽ നമ്മൾ പഠിച്ചു വെച്ചാൽ എന്താ, അറക്കണം, കശാപ്പ് ചെയ്യണം എന്നൊക്കെയാണ്. അവിടെയും പ്രശ്നമാണ്, ഭൗതിക അർത്ഥങ്ങളാണ് അവിടെയും വന്നു ചേർന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു അർത്ഥവത്തായ ഒരാശയം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഈ ലക്ഷ്യാർത്ഥങ്ങളുണ്ട്, ഉപമാലങ്കാരങ്ങളുണ്ട്, അതിൽ ചമൽക്കാരങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള നമ്മുടെ മനോഭാവത്തെയാണ് ബക്കറത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമായ തത്വങ്ങളെ ചുരത്തി തരുന്ന ഒരു പശു എങ്ങനെയാണ് നമുക്ക് പാല് ചുരത്തി തരുന്നത്? നമ്മൾ കൊടുക്കുന്ന കൈ കഴുകിയ വെള്ളം, നമ്മുടെ വേസ്റ്റ് ഭക്ഷണങ്ങൾ, പുല്ല്, വൈക്കോല്, മനുഷ്യന് ഉപകാരമില്ല എന്ന് പറഞ്ഞ് മനുഷ്യർ ഒഴിവാക്കുന്നതൊക്കെ തന്നെ നമ്മളൊരു പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ പശു നമുക്ക് നല്ല പാല് തരും, ശുദ്ധമായ പാല് തരും, അല്ലേ? അത് ഭൗതിക വസ്തുവായ ഈ പശുവിനോട് ഒന്നിച്ചുകൊണ്ട് പറയുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ. അപ്പോൾ നിരർത്ഥകമായ ഒരർത്ഥവുമില്ലെന്ന് നമ്മൾ ബാഹ്യാർത്ഥത്തിൽ കാണിക്കുന്ന പദങ്ങളൊക്കെ തന്നെയും ഇതിൻ്റെ ഒരു ലക്ഷ്യാർത്ഥമുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ, നമ്മളതിനെ ഉജീനിക്കുകയാണെങ്കിൽ, നമ്മളതിനെ ഭക്ഷിക്കുകയാണെങ്കിൽ, അത് ആത്മീയ തലത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇതൊക്കെ തന്നെയും അർത്ഥവത്തായ രൂപത്തിൽ, പാല് എങ്ങനെയാണോ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നത്, ഒരു പശുവിൻ്റെ കുട്ടിക്ക് ഉപകാരപ്പെടുന്നത് എന്നതുപോലെ തന്നെ ഇത് ഉപകാരപ്രദമായ ഒന്നായി കൺവെർട്ട് ചെയ്യാൻ, പരിവർത്തിക്കാനുള്ള ശക്തി നമ്മളിലുണ്ട്. അതിനെയാണ് ബക്കറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനറക്കാൻ പാടോ? അതിനറക്കാനല്ല പറഞ്ഞത്, ആ കഴിവുകൾക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ്. ദിബഹ് എന്ന് പറഞ്ഞാൽ വിധേയപ്പെടുക, അത് നമ്മൾ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ബക്കറത്ത് എന്ന് പറയുന്ന ആ ദിവ്യമായ അവസ്ഥയെ ഉൾക്കൊള്ളുന്നതിന് പകരം, അഥവാ ലക്ഷ്യാർത്ഥങ്ങളെല്ലാം ഉൾക്കൊണ്ട് നമ്മളെ സ്വയം തിരുത്താനുള്ള ശക്തിയായി നമ്മൾ വിപുലീകരിക്കേണ്ടതിന് പകരം, നമ്മൾ അഭിവൃദ്ധിപ്പെടേണ്ടതിന് പകരം, ഒരഭിവൃദ്ധിയും നമുക്ക് ഇല്ലാതെ എല്ലാറ്റിനെയും ബാഹ്യാർത്ഥത്തിൽ കണ്ടുകൊണ്ടും എല്ലാറ്റിനെയും ചരിത്രപരമായി തട്ടിച്ചു നോക്കിക്കൊണ്ടും ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ അർത്ഥം കൊണ്ട് പോരട്ടെ, അതിൻ്റെ ആശയം കൊണ്ട് പോരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഭൗതിക തലത്തിൽ ഇതിനെ കാണിക്കുന്ന ഒരു ആജിലത്ത്, അതാണ് ഇജില് എന്ന് പറയുന്നത്. ഇതിൽ ഇന്നൽ ഇൻസാന അജൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂറത്ത് റഹ്മാനിൽ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ. അതാണ് അജൂല്. നമ്മളൊരു ധൃതി കാണിക്കുകയാണ്. നമ്മുടെ ജ്ഞാനേന്ദ്ര സംവിധാനങ്ങൾ ഒന്നിൽ താമസിക്കാനോ അതിനെ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കാതെ പെട്ടെന്ന് ഈ പറയുന്ന ശാസ്ത്രബോധത്തിലേക്ക് പോകും, ശാസ്ത്രീയമായ കാര്യങ്ങളിലേക്കും ഭൗതിക തലങ്ങളിലേക്കും പോവുകയാണ്. നമ്മൾ ഈ പറയുന്ന ഈ ബോധശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്നിലേക്ക് നമ്മുടെ മനസ്സ് വരുന്നില്ല. അങ്ങനെ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥക്കാണ് അൽ ഇജില് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇജിലിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ അവിടെ നമ്മുടെ മേധശക്തി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാ ഖൗമി, എൻ്റെ ഈ പറയുന്ന ഭാഷാപരമായി മാത്രം ഉൾക്കൊള്ളുകയും ആന്തരികതലമായി ഉൾക്കൊള്ളാൻ തയ്യാറുമല്ലാത്ത ഒരു ഖൗമ, അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളിലുണ്ട്. ഇന്നക്കും, നിശ്ചയമായും അത് നിങ്ങൾക്ക്, വലംത്തും, അത് നിങ്ങളെ അക്രമകാരികളാക്കി മാറ്റും. അത് ഭൗതിക തലത്തിലുള്ള ആദ്യം നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ മനോഭാവം നമ്മൾ പുറത്തേക്കും കൊടുക്കും. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്താണോ കമ്പ്യൂട്ടറിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തന്നെയാണല്ലോ അത് നമുക്ക് ഇങ്ങോട്ടും സ്ക്രീനിലൂടെ നമുക്ക് പകർന്നു തരുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിന് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ഒരു വിദ്വേഷം, ഇന്ത്യ സ്വതന്ത്രം ഒരു രാഷ്ട്രമാവണമെങ്കിൽ ഇവിടെ ഒരു വിഭാഗം മാത്രം മതി, മറ്റു വിഭാഗങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നൊരു ചിന്ത നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ കുട്ടികൾ വലുതായി കഴിഞ്ഞ് ഒരു യുവത്വം പ്രാപിച്ചാൽ അതിനനുസരിച്ച് അവരെ വീണ്ടും ഒന്ന് ട്യൂൺ ചെയ്താൽ ഇവരിൽ ചെറുപ്പത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങൾ അങ്ങനെ പുറത്തു ചാടും.
ആ ഒരു സമൂഹം, ഒരു രാജ്യം തന്നെ ഇല്ലാതാവും. ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആരിത് ചെയ്താലും ഇതൊക്കെ തന്നെയാണ് പരിണിത ഫലമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന ആൾ ഇന്ന ആളുടെ ശത്രുവാണെന്ന് പറഞ്ഞാൽ ശത്രുവിനെ തീർക്കാനുള്ള ഒരു മനോഭാവം ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ശത്രുതയിലേക്ക് പോകാനൊക്കെ ഉള്ള രൂപത്തിലേക്ക് നമ്മുടെ മനസ്സ് നിൽക്കുന്നതാണ് കൗമ് എന്ന് പറയുന്ന അവസ്ഥ. അത് വലിയ വലംത്തും നിങ്ങൾക്ക് ദുലുമാണ്, നിങ്ങൾക്ക് അക്രമമാണ്, നിങ്ങൾ അന്ധകാരത്തിലേക്ക് നയിക്കുന്നത്. അൻഫുസക്കും നിങ്ങളെ സ്വന്തം തന്നെ വിത്യഹാദിക്കുമൽ ഈജില, അത് നിങ്ങൾ ആ ഒരു ധൃതിപ്പെട്ടുകൊണ്ട് ഈ ആശയങ്ങളെ സ്വീകരിച്ചതാണ് അതിന് കാരണമായിട്ടുള്ളത്. ഫത്തൂബു ഇലാ ബാരിക്കും, ആ അവസ്ഥയെ വത്തൂബു, നിങ്ങൾ മടങ്ങണം. ആ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഇലാ ബാരിക്കും, നിങ്ങൾ എങ്ങോട്ടാണ് മടങ്ങേണ്ടത്? നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് മടങ്ങുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഈ സൃഷ്ടാവ്? നമ്മുടെ ബോധത്തെ ഉൽപ്പാദിപ്പിക്കുന്ന, മനസ്സിനെ നിർമ്മിക്കുന്ന, മനസ്സിനെ പുനർജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു റീയൂണിയൻ തിങ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളെ ചിന്തകളെ വീണ്ടും നന്മയുടെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരുന്ന രൂപത്തിലേക്കുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വരണം. ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഫത്തൂബ് ഇലാ ബാരിക്കും. നമ്മൾ ഓരോ വ്യക്തിയും ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൂതന്മാരെന്നോ പാഴ്സി എന്നോ സിഖുകാരനോ ഒന്നും വ്യത്യാസമല്ലാതെ ഓരോ ആളുകളും അവനവൻ്റെ സ്വത്വബോധത്തിലേക്ക് മടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫത്തൂബു ഇലാ ബാരിക്കും, നിങ്ങളുടെ സ്വന്തം സ്വത്വബോധത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഫക്തുലു അൻഫുസക്കും, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കിതാല് ചെയ്യണം. ആരെ? നിങ്ങളെ തന്നെ. അപ്പം നിങ്ങളെ തന്നെ കൊല്ലണം എന്നാണോ? ബാഹ്യാർത്ഥം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആന്തരിക തല അതാണോ? അല്ല. അവിടെ കത്തല എന്ന് പറഞ്ഞാൽ പരിവർത്തനം ചെയ്യണം എന്നുള്ളതാണ്. പരിവർത്തിച്ചെടുക്കണം, ചിന്തകളെ പരിവർത്തിക്കണം. അപ്പോൾ എന്ത് ചിന്തകളാണ്? മനസ്സിനെ പരിവർത്തിക്കണം. അപ്പോൾ ഇതിൽ ഭൗതികപരമായ നമ്മൾ ഒരു അനാത്മതത്വങ്ങളായി കാണുന്നതിനെ, അല്ലെങ്കിൽ ഒരു നിർഗുണ സിദ്ധാന്തങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മൾ പറയുന്ന രൂപത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പരിവർത്തിക്കണം. അങ്ങനെ അതിനെ പരിവർത്തിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സ്വത്വബോധത്തിലേക്ക് മടങ്ങണം. അപ്പോൾ അതാണ് ഫക്തുലു അൻഫുസക്കും. ഈ കത്തല അല്ലെങ്കിൽ കിത്താലുമായി ബന്ധപ്പെട്ട് 70-ൽ പരം പ്രയോഗങ്ങൾ ഇതിൻ്റെ കത്തലയുടെ വ്യത്യസ്ത രൂപങ്ങളിൽ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അവർ കൊന്നു, അവൻ കൊന്നു, അവരെ കൊന്നു, നബിമാരെ കൊന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. ചില സ്ഥലത്ത് അതിന് കിത്താൽ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നൊക്കെ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. നബിയെ ഇനി അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കണം, നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ. അതെല്ലാം ഈ കത്തല, കിത്താല്, കുത്തില എന്ന് പറയുന്ന പദങ്ങൾ കൊണ്ടുള്ള കസർത്തുകളാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും ഈ കത്തല എന്ന് ഇവിടുന്ന് വിശുദ്ധ ഖുർആനിൽ ആരംഭിക്കുന്ന 2:54 ആരംഭിക്കുന്ന ഈ കത്തലിനെ അല്ലെങ്കിൽ കിത്താലിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പദത്തെ ബാഹ്യാർത്ഥത്തിൽ ഇജിലായിക്കൊണ്ട് നമ്മൾ കണ്ടുപോയി. കൊല്ലുക, കൊല്ലുക, കൊല്ലുക എന്ന അർത്ഥത്തിൽ കണ്ടു, അല്ലെങ്കിൽ വെട്ടുക, യുദ്ധം ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ കണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇതിന് പരിവർത്തനം എന്നൊരർത്ഥം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടില്ല. അതിൻ്റെ അനന്തരഫലമാണ് നമ്മളിന്ന് ഈ ഖുർആൻ കത്തിക്കുന്ന കേസിലും മറ്റുള്ളവർ ഒരു സമുദായത്തെ ഇല്ലാതാക്കി തീർക്കുന്ന കേസിലും നമ്മൾ പരസ്പരം കൊലവിളി നടത്തുന്നതിനൊക്കെ കാരണം ഈ ഒരു നമ്മുടെ സ്വന്തം സ്വത്വബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ തടസ്സാരം നമ്മൾ ഇജിലിനെയാണ് ഒരു ഇജില് എന്ന് പറയുന്ന ഒരു നയത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. വേദങ്ങളുടെ ലക്ഷ്യാർത്ഥങ്ങളെ മറന്നുകൊണ്ട് അതിൻ്റെ ബാഹ്യാർത്ഥങ്ങളിൽ തന്നെ മനസ്സ് നിൽക്കുന്നൊരവസ്ഥയിൽ നമ്മൾ പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഫക്തുലു അൻഫുസക്കും, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതിനെയാണ് നിങ്ങൾ ആദ്യം പരിവർത്തിപ്പിക്കേണ്ടത്. ആ ഒരു പരിവർത്തനം നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്നും ഒരു സമൂഹം മറ്റു സമൂഹത്തിന് ശത്രുവായി കാണും, ആ വിഭാഗം നിങ്ങളെ ശത്രുവായി കാണും. പരസ്പരം ശത്രുതയിൽ നമ്മളിങ്ങനെ കിടന്ന് പോരടിക്കേണ്ടി വരും. അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന നിർദ്ദേശമാണ് ഖുർആൻ നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത്.